കഴിഞ്ഞ ദിവസമേ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു മത്തങ്ങ കൊണ്ടുവന്നിട്ടാ, നല്ല മൂത്ത മത്തങ്ങ ആയിരുന്നിട്ടാ, നല്ല കളറും ഉണ്ടായിരുന്നു, മഞ്ഞ കളറ്. അപ്പോൾ ആദ്യം വിചാരിച്ച എന്താണ് മൂത്ത മത്തങ്ങയല്ലേ പായസം ഉണ്ടാക്കിയാലോ എന്ന്. പിന്നെ അത് വേണ്ട, ഒന്നാമത്തെ ഡേറ്റിങ്ങും കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ പായസമൊക്കെ കുടിച്ച് വെറുതെ വണ്ണം വെപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, മത്തങ്ങ വെച്ചിട്ടൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ എന്ന് ഓർത്ത്. അങ്ങനെ അതേ നമ്മൾ ആദ്യമായിട്ട് ആരും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടാ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണത് മത്തങ്ങ വെച്ചിട്ടൊരു അച്ചാർ ഉണ്ടാക്കണേന്. 2 ദിവസം ഒരു മത്തങ്ങയും വെച്ചിട്ടിരിക്കണം, വേറെ ഒന്നുമല്ല ടൈ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണ്ടേ. പിന്നെ ഇന്നലെ ചേച്ചിയും കൂടെ അരിഞ്ഞാൽ നേരം മൊത്തത്തിൽ തീർന്ന് കിട്ടിയേട്ടാ. അപ്പം ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ നോക്കുമ്പോഴേ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് അപ്പുറത്തെ കടയിൽ പോയിട്ട് ചേച്ചിനെ കൊണ്ട് ഒരു ചെറിയ കുപ്പി നല്ലെണ്ണ മേടിപ്പിച്ച്, പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത്, പിന്നെ എന്ത് ചെയ്ത് കടുകൊക്കെ പൊട്ടി വന്നപ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടാ. വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യാം, പക്ഷെ അച്ചാറൊക്കെ നല്ലെണ്ണയിലിട്ടല്ലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 2 തുടം വെളുത്തുള്ളി എടുത്തിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടാ. പിന്നെ 3-4 പച്ചമുളക് വട്ടത്തിലല്ല ചിരിച്ചരിഞ്ഞ് കൊടുത്ത്, പിന്നെ എന്താ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത്. ഇതെല്ലാം കൂടി ആകുമ്പോൾ തന്നെ അച്ചാറിൻ്റെ മണം ദേ ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം കൂടി കിലുകില ശബ്ദം വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കിലുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടികളായിട്ട് ഞാൻ എരിവുള്ള മുളക് പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇച്ചിരി മുൻപന്തി നിൽക്കണം. അച്ചാറും ഉപ്പും പുളിയാണ് മുൻപന്തി നിൽക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മുരിപ്പിച്ചെടുക്കുക കേട്ടോ. ഞാനിത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇവിടെ നിന്ന് ചേച്ചി ചോദിക്കേണ്ട കേട്ടോ, സബീന് നേരത്തെ ഉണ്ടാക്കിയിട്ടാണ്. ഞാൻ പറയില്ല ചേച്ചി. അപ്പോൾ ചേച്ചി എടുത്താൽ പോയിക്കൊണ്ടേ, സബീൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ലതാണെങ്കിൽ ഞാനും ഉണ്ടാക്കുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കണ മത്തങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം പറയട്ടെ ഏട്ടാ, മത്തങ്ങ അച്ചാർ ഉണ്ടാക്കണം ആഗ്രഹമുള്ള ആൾക്കാർ മത്തങ്ങ മേടിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കണം കേട്ടോ. ഇളയ മത്തങ്ങയാകുമ്പോഴേ ഇങ്ങനെ അലുന്ന പോലെ ആയിപ്പോകും, അപ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതാകുമ്പോൾ മാങ്ങ അച്ചാർ കിടക്കണ പോലെ കിടന്നോളൂ. അപ്പം നമ്മളിതിലേ മഞ്ഞപ്പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മത്തങ്ങ നല്ല മഞ്ഞ കളറല്ലേ, പിന്നെ മഞ്ഞപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിത് ഇളക്കി കൂട്ടിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുത്ത് ഇടക്കിടക്ക് ഇളക്കിക്കൊണ്ടിരുന്നട്ടാ. പിന്നെയെന്ന് വെച്ചാലല്ലേ, മത്തങ്ങ നന്നായിട്ട് വെന്ത് ഇതാകാൻ നിൽക്കണ്ട, ഒന്ന് കടിക്കാൻ കിട്ടണം. എന്നാൽ മാത്രമേ ഈ ഒരു വിനാഗിരിയൊക്കെ ഒഴിച്ച് ആ വിനാഗിരി കിടക്കുമ്പോൾ കുറേ ദിവസമൊക്കെ ഇരിക്കുമ്പോഴേ ഒരു അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് കുറച്ച് മറ്റെന്ത് സാധനമാണ്, അയ്യോ എന്തെന്നാ മറന്നും പോയല്ല, കായപ്പൊടി ഇട്ടില്ലല്ലോ. അപ്പം കായപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തേക്കാണ് എല്ലാവരും അച്ചാർ പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് അച്ചാറിനട്ടെ. ഇപ്പം എന്ന് വെച്ചാൽ കുറച്ച് കായപ്പൊടി, ഉലുവയും കാശ്മീരി മുളക് പൊടിയും നല്ലെണ്ണയും ഒക്കെ ഉണ്ടെങ്കിൽ അച്ചാറായി. അപ്പം നമ്മളേ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, എന്നാൽ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഉപയോഗിക്കും, പക്ഷെ നമ്മൾ ഇതിൽ പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം മത്തങ്ങക്ക് നേരിയൊരു മധുരമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പഞ്ചസാരയുടെ ഉപയോഗമില്ല. മഞ്ഞപ്പൊടിയും പഞ്ചസാരയും ലാഭം അല്ലേ. സാധാരണ മഞ്ഞപ്പൊടി ഇടാറില്ല കേട്ടോ അച്ചാറിൽ, എന്നാലും ഞാൻ പറഞ്ഞതാണ്. ഞാനിത് ഇന്നലെ വൈകുന്നേരം കൊണ്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇതേപോലെ ഒന്ന് കാണിച്ച് തന്നെ ഉണ്ടാകും. സാധാരണ ഈ പാത്രത്തിലോട്ടൊന്നല്ല ഇട്ട് വെക്കണത്, ചൂടാറിയതിന് ശേഷം വേറൊരു കുപ്പിയിലാക്കിയാണ് ഞാൻ വെക്കണത്. എന്തായാലും ഒരു ഭംഗിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങളതിൽ ആകർഷാഭരിതമാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കാണിക്കുന്നത്. വീഡിയോൻ്റെ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഉരുളിലോട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് തട്ടുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഇത് ഇന്ന് കൊടുക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ട കടയിൽ. പക്ഷേ ഇന്ന് എൻ്റെ കെട്ടിയൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ ഇച്ചിരി വിനാഗിരിയുടെ കുറവുണ്ട്, ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്, ആ രണ്ടും കൂടി ഇട്ടതിന് ശേഷം നീ നാളെ മുതൽ കടയിൽ കൊടുത്താൽ മതി എന്ന് പറയട്ടാ. അപ്പം ഞാനത് രണ്ടും ഇട്ടിട്ട് വൈകുന്നേരം ഇന്ന് വീട്ടിലേക്ക് പോകുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എൻ്റെ കെട്ടിയോൻ പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ല കേട്ടോ. പിന്നെ ഇത് കടയിൽ കൊടുത്തതിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഞാൻ നിങ്ങളെ പുറകെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ മത്തങ്ങയൊക്കെ കൊണ്ട് ഒരു ദിവസം അച്ചാറുണ്ടാക്കി കൊടുക്കടോ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഇല്ലാത്ത സാധനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിട്ട് കൂട്ടുകാരെ. ഇവിടെ ഇത്ര നേരം നമ്മുടെ കണ്ടതിന് താങ്ക് യു.